ട്രാൻസ്ഫോർമേഷന് വേണ്ടി അഫ്കോഴ്സ് കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളതിനെ ചെയ്യേണ്ട ആവശ്യകതയുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 64 കിലോഗ്രാംസിലേക്ക് തടി കൂട്ടി, പിന്നീട് 44 കിലോഗ്രാംസിലേക്ക് തടി കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള കഥാപാത്രത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിൽ എന്താ പറയുക, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് എന്ത് വേണമെങ്കിൽ ഓൾ ഇൻ എന്നൊക്കെ പറയുന്നത്, അതാണ് എന്നെ സംബന്ധിച്ചിട്ട് ആക്ടിങ് എന്ന് പറയുന്നത്. ഓൾ ഇൻ. അതിപ്പോൾ ഈ സിനിമയാണെങ്കിലും ഇപ്പോൾ അടുത്ത സിനിമകളിലും എൻ്റെ ഓൾ ഇൻ കൊടുക്കണം തന്നെയാണ് എനിക്ക് ആഗ്രഹം. ഒരു ഫസ്റ്റ് സിനിമ പോലെ എല്ലാ സിനിമയും കൂടുതൽ സിനിമയിൽ വരുമ്പോൾ ഇതേ രൂപമല്ല, കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പം റിയൽ ലൈഫിൽ ആൾക്കാർ ഇപ്പോഴും റെക്കഗ്നൈസ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നിയിട്ടുണ്ടോ? അതിനെ പറ്റിയിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്ന കാണുമ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അപകടകരമായിട്ട് ഇതായിട്ടായിരുന്നല്ലോ അവസാന സമയങ്ങളിൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞു, തലകറങ്ങി വീണു എന്നൊക്കെ പറഞ്ഞു. ഇനിയൊരു സിനിമ ഇതുപോലെ വന്നാൽ അതിനും ഈ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണ്? കഥാപാത്രം ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിസ്ക് എടുത്തല്ലേ പറ്റുള്ളൂ. ഈ സിനിമയ്ക്ക് ശേഷം എന്തെങ്കിലും ഓഫീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സെലിബ്രിറ്റീസ് അങ്ങനെ ആരും വിളിച്ച് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, കുറേ പേര് വിളിച്ചിട്ടുണ്ട്, കുറേ കഥകൾ കേൾക്കുന്നുണ്ട്. എല്ലാം നോക്കി കണ്ട് ഒക്കെ സ്ക്രിപ്റ്റൊക്കെ വായിച്ചും നമ്മുടെ ഗുരുക്കന്മാരായ എല്ലാവരോടും ബസ്സുകാരൊക്കെ ചുട്ടൊക്കെ ചോദിച്ചിട്ടൊക്കെ അടുത്ത തീരുമാനം എടുക്കുക എന്നുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കുക. നമുക്ക് പ്രേക്ഷകർ നമുക്ക് തന്നൊരു വിശ്വാസം ഉണ്ടല്ലോ, നമുക്ക് തന്നെ അപ്രീസിയേഷൻ ഉണ്ടല്ലോ. അത് ഇനിയും മാക്സിമം എൻ്റെ കഴിവിൻ്റെ പരമാവധി അടുത്ത സിനിമകളിൽ ഞാൻ എൻ്റെ കഴിവിൻ്റെ മാക്സിമം പരമാവധി ഞാൻ ശ്രമിക്കും. എല്ലാവർക്കും ഇനിയും ഉള്ള കാലങ്ങളിൽ പ്രേക്ഷകരുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് പടം ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ആൾക്കാർ റീച്ച് ആവുക അതെന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന തരത്തിലുള്ള ഒരു ഭാഗ്യമല്ല. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു ഭാഗ്യമായിട്ടാണ്. റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്. അതാണ് ഞാൻ ആ ഓഡീഷനും ആ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഒരു ബട്ടർഫ്ലൈ എഫക്റ്റാണ് എന്നെ സംബന്ധിച്ചിട്ട്. എല്ലാം ഓരോരോ കാര്യങ്ങളുണ്ട്. ഒരു പൂമ്പാറ്റയുടെ ചെറുകടി കൊണ്ട് കൊടുങ്കാറ്റുണ്ടാവുക എന്നുള്ളൊരു എഫക്റ്റില്ല. അതുപോലെ കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് ഞാനിവിടെ എത്തുമ്പോൾ ബാക്കി നമ്മളായിട്ടുള്ള വർക്കും എഫോർട്ട് കിട്ടും. ഹോപ്പ്ഫുള്ളി എല്ലാം നല്ലതുപോലെ ആയി. അതുകൊണ്ട് എന്താ പറയുക, ഭാഗ്യം തന്നെ. അതിന് സന്തോഷമുണ്ട്. ഇതുവരെ ആദ്യം കാണാത്ത പ്രേക്ഷകരോട് ഇനിയും നിങ്ങളെ തിയേറ്ററിൽ പോയിട്ട് തന്നെ ആടുജീവിതം കാണുക. കാരണം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടെക്നീഷ്യന്മാരും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആക്ടേഴ്സുമാണ് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മിസ് ഔട്ട് ചെയ്യരുത്. തിയേറ്ററിൽ നിന്ന് ഇനിയും പോയി കാണാൻ സപ്പോർട്ട് ചെയ്യണം.